അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ദുറൂസിലെ ഒന്നാമത്തെ പാഠം അദ്ദറസു അവ്വൽ ലാ ഹൗഫുൻ അലൈഹിം എന്ന പാഠഭാഗമാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ക്ലാസ് നോക്കാം. എന്താണ് ലാ ഹൗഫുൻ അലൈഹിം എന്ന അർത്ഥം വരുന്നത്? അവർ ഭയക്കുകയില്ല. ആര്? അല്ലാഹു തആലയുടെ ഔലിയാക്കൾ. അവർ ഭയക്കുകയില്ല. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മറിയം ബീവിയുടെ റൂമിൽ പലതരം പഴങ്ങൾ, തണുപ്പ് കാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും ചൂടുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പ് കാലത്തും അവിടെ സുലഭമാണ്. അത് കണ്ട സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, എവിടുന്നാണ് ഈ പഴങ്ങളെല്ലാം ലഭിക്കുന്നത്? അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം? മറിയം ബീവിയുടെ കറാമത്താണ് എന്താണ് മറിയം ബീവിയുടെ കറാമത്ത്? മറിയം ബീവിക്ക് ചൂടുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പ് കാലത്തും തണുപ്പ് കാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും ലഭിക്കുമായിരുന്നു. അതാണ് മറിയം ബീവിയുടെ കറാമത്ത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തെ ആസ്പദമാക്കിയിട്ട് ആരുടെയെങ്കിലും ഒരു കറാമത്ത് എഴുതാൻ പറയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ മറിയം ബീവിയുടേതും പറയുന്നുണ്ട്, പിന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെതും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കറാമത്ത് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ അവിടെ മറിയം ബീവിയോട് ആരാണ് ഇത് എവിടുന്നാണ് എന്ന് ചോദിച്ചത്? ആരാണ്? സക്കരിയ നബി അലൈഹി ഇസ്ലാം. ആരാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാം? ആരാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാം? മറിയം ബീവിയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവാണ്. മറിയം ബീവിയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാം. അപ്പോൾ ഈ ചോദ്യമൊക്കെ തന്നിട്ട് ഇത് ആരോട് ചോദിച്ചതാണ് എന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് മറിയം ബീവിയോട് ചോദിച്ചതാണ്. അവിടെ അങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിക്കണം. പിന്നെ അതിന് മറിയം ബീവി മറുപടി പറഞ്ഞു. എന്താണ് മറുപടി പറഞ്ഞത്? അല്ലാഹു തആലയിൽ നിന്നാണ്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും. അതാണ് മഹദി നൽകിയ മറുപടി. അപ്പോൾ അവിടെ അതൊക്കെ അടയാളപ്പെടുത്തി വെക്കുക. പോയിൻ്റ് വൈസിലായിട്ട് അതൊക്കെ പഠിക്കുക. ഇനി ഞാനിതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ആരാണ് പറയുക? ഷയാൻ പറയണേ. മറിയം ബീവിയുടെ കറാമത്ത് എന്ത്?